ആ എന്തായി ചേട്ടനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ആ ചേട്ടൻ കുറെ കാര്യം പറഞ്ഞു. അല്ല ഇതെന്ത് നിന്റെ കയ്യില്? ഇതോ? ഇത് ഇന്ന് രാവിലത്തെ പൂജയുടെ പ്രസാദ. നിങ്ങൾക്കുള്ളത് കൊണ്ട് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അപ്പുറത്തെ ഡാൻസിന് വന്നില്ലേ, അവർക്ക് കൊടുക്കാൻ എടുത്തതാ. ഇപ്പൊ കൊടുത്തിട്ട് വരാമേ. പായസം, എനിക്ക് പായസം. ആ അനന്യേ, നിനക്ക് പായസം വേണോ? വാ. പായസോ? ഓ നിങ്ങൾ കഴിച്ചോ? ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ഓ അവള് വലിയൊരു പരിശാരി. എടാ ചക്ക, നിന്നോടല്ലേ പറഞ്ഞതാ അവളോട് മിണ്ടരുതെന്ന്. ആ അതിന് മിണ്ടിയില്ലല്ലോ. പായസം വേണോന്ന് ചോദിച്ചാലേ ഉള്ളൂ. പായസം വേണമെന്ന് ചോദിക്കുന്നത് ഒരു മിണ്ടലല്ലേ? അല്ല, ചേട്ടൻ വന്ന മിണ്ടരുതെന്നാ. ഫുഡ് കൊടുക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഓ ഇവൻ നന്നാവില്ല, ഇവൻ പണി വാങ്ങിച്ചു തരും മിക്കവാറും. നേരത്തെടാ, എടാ മൊത്തം കഴിക്കാതെ ഞങ്ങളും കൂടെ കഴിക്കട്ടെ. ഞാൻ വിളമ്പി തരാം, നീ അങ്ങനെ ഒറ്റയ്ക്ക് തിന്നണ്ട. അയ്യോ മുഴുവൻ കഴിച്ചോ? മറ്റേ മുകളിലുള്ള വിഷ്ണുവേട്ടനൊന്നും ഞാൻ കൊടുത്തില്ലായിരുന്നു. ആ അവർക്കുള്ളത് എടുത്തോണ്ട് തന്നെ ശ്രീകുട്ടി മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്തായി? ആ അവർക്കിതൊന്നും വേണ്ടാന്ന്. അവർക്ക് വേണ്ട വേണ്ട, വാ നമുക്ക് കഴിക്കാം. നിങ്ങൾ പ്രസാദം കഴിക്കാണോ? എടാ, അവിടെ ഡാൻസിന് വന്ന അവർക്ക് കൊടുത്തായിരുന്നോ? ആ കൊടുത്തേട്ടാ, ഞാനിപ്പോ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാരും ഇങ്ങനെ ദേവാ. എടാ, അമ്പലത്തിലോട്ടുള്ള പശുക്കളുടെ കാര്യം എന്തായി? അത് ഞാൻ വരുന്നു. ബസ്റ്റ് ദേ വന്ന് ഇതാ പോയി. അല്ല എന്താ ഏട്ടൻ പറയാൻ വന്നേ? ആ ചിലപ്പോ രുദ്രേട്ടൻ പറഞ്ഞത് തന്നെ ആയിരിക്കും. അല്ല രുദ്രേട്ടൻ എന്താ പറഞ്ഞേ? ആ രുദ്രേട്ടൻ പറഞ്ഞത് അത് നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞങ്ങള്. എന്താ? പറയാം. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കഥകളാ ഇതൊക്കെ. സത്യമാണോന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ ഇത് ആരോടും തിരക്കിയിട്ടുമില്ല. നിന്റെ അമ്മ എങ്ങനെ മരിച്ചേ? അത് ഇതുപോലെ ഒരു കൊടിയേറുന്ന ദിവസം അമ്പലം വൃത്തിയാക്കാൻ പോയതാ. അപ്പോ അവിടെ ചപ്പ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് വാരി എടുത്തപ്പം അതിലൊരു മൂക്കൻ ഉണ്ടായിരുന്നു. അതിന്റെ വിഷം തീണ്ടിയാ മരിച്ചത്. മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കാണോ? അതെ, ഇന്ന് രാത്രി 2:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് എല്ലാരും നേരത്തെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോണം. ഇതെന്തൊരു കഷ്ടമായത്. ഒരു ദിവസം ഫുള്ള് പട്ടിണി കിടക്കണം, വെള്ളം കുടിക്കാതിരിക്കണം. ഇപ്പൊ രാത്രിയൊക്കെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോണോന്ന്. എന്തൊരു കഷ്ടമാണ്. ഞാൻ ഈ പൂജയ്ക്കൊന്നുമില്ല. ഞാൻ നാളെ തന്നെ പോവാ. നീ എങ്ങോട്ടും പോത്തില്ല. എടാ ഇത് 2:30 ആകുമ്പോ നമ്മൾ ഇവിടുന്ന് വണ്ടിയിലല്ലേ പോന്നേ. അവിടെ കൊടിയേറ്റല്ലേടാ. അത് മാത്രമല്ല ഇവിടുന്ന് വേലെടുത്ത് രുദ്രം കൊണ്ട് കൊടുക്കണം. പിന്നെ ഈ 5 ദിവസം അവിടെ ആ വേര് വെച്ച് പൂജിച്ച് എങ്കിൽ മാത്രമേ 5ാമത്തെ ദിവസം രുദ്രൻ ആ വേലെടുത്ത് ദേശത്തിന്റെ ഈ കൊട്ടാരത്തിന്റെ അവകാശമായിട്ട് എടുക്കാനൊക്കത്തുള്ളൂ. ഇതൊക്കെ ഒരു പൂജയുടെ ചടങ്ങുകളല്ലേ എന്നും പറഞ്ഞ് വേല് കൊണ്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ കൊണ്ട് കൊടുക്കാൻ പറ. ഞങ്ങൾക്ക് എന്തിനാ വരുന്നേ? ദേ കാർത്തി, കുഞ്ഞു കളിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞുണ്ടല്ലോ. പറഞ്ഞു തരല്ലോ, 2:30 ആകുമ്പോ ഇവിടുന്ന് വണ്ടി ഇറങ്ങും. എല്ലാരും ആ സമയം ആകുമ്പോഴത്തേക്ക് കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ടിരുന്നോണം. പറഞ്ഞേക്കാം. ഇത് എന്തൊരു കഷ്ടാ ഇത്. എന്നാ പിന്നെ നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാം. നമുക്കൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാം. ഇന്നത്തെ ഉറക്കവും പോയി കിട്ടി. എന്തേലും ആട്ടെ. എത്ര ദിവസം ഇതൊക്കെ സഹിക്കണം? ഡോക്ടർ പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ആ മെഡിസിൻ ഇതുവരെ നിർത്തിയിട്ടില്ല. ഞാൻ ആ മെഡിസിൻ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും എന്തൊക്കെയോ പോലെ. ഡോക്ടർ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ആ മെഡിസിൻ ഇതുവരെ നിർത്തിയിട്ടില്ല. ഞാൻ ആ മെഡിസിൻ ഇപ്പോഴും കഴിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഇലൂഷൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് റിയൽ ആയിട്ട് കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് ഇലൂഷൻസ് അല്ല. ഭ്രാന്ത പേടിച്ചു പോലെ ബാക്കിയുള്ള ഉയിര് പോയി. പിന്നെ ഈ പ്രേതാലയത്തിൽ ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണല്ലോ ഇത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്ക? ഞാൻ വെറുതെ വന്ന ഇതുവഴി ഇങ്ങനെ പോയപ്പോ ചുമ്മാ കേറിയതാ. പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുന്ന നിനക്ക് എന്തിനാ ഭ്രാന്താണ്? അപ്പോൾ തന്നെ ഉറങ്ങാ. അല്ലേ തന്നെ ഞാൻ ഇവിടെ നിക്കാൻ വന്നില്ല. ഞാൻ പോവാ. തൂഫാൻ തൂഫാൻ ഇത് മിന്നൽ പോലെ വന്നവനെ. ആ വൃത്തികെട്ട ചെറുക്കൻ എന്റെ അനിയനായി പോയി. അല്ലാതെ ഞാനൊരു കുത്തു വെച്ച് കൊടുത്തേനെ. എന്റെ തൊണ്ടിലാണ് ബിസ്ക്കറ്റും കയറി ചേച്ചി. വെള്ളം കുടിയേരി. വെള്ളം ഇല്ലാത്ത നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഓ അമ്മയായിരുന്നോ? അതെ. എന്തേ? അല്ല നിനക്ക് പനിയുണ്ടോ? എന്താ ഈ ഫേസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ ഒരുപാട് വിയർത്തല്ലോ. കുഴപ്പമൊന്നുമില്ലമ്മ, ചെറിയൊരു തലവേദന. തലവേദനയോ? വെള്ളം മാറി കുളിച്ചതിന്റെ ഒക്കെ ആയിരിക്കും. പിന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്നുള്ള പൂജയൊക്കെ അല്ലേ, അതിന്റെ ആകും. ഓ
അല്ല ഇനി അമ്പലത്തിൽ പോയിട്ട് വരാതെ ഫുഡ് കഴിക്കാനും പറ്റില്ല, അല്ലാതെ ഞാൻ മെഡിസിൻ എടുത്ത് തന്നേനെ. ആ, വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു മരുന്നുണ്ട്, അച്ഛന്റെ കയ്യില, അതൊരു ലേഹ്യ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം, ബാ. ലേഹ്യോ? ലേഹ്യൊന്നും വേണ്ടമ്മ, കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് നീ പറഞ്ഞാ മതിയോ? ഇങ്ങോട്ട് വാ ചെറുക്ക. നീല, എല്ലാരും ഇറങ്ങിയല്ലോ അല്ലേ? നീ താളം തുള്ളാതെ കുടിച്ചേക്ക. ഇതെന്താ അത്, വിഷോ? എന്തൊരു കയ്പാ. അത്ര കയ്പൊന്നുമില്ല, ഇച്ചിരി കയ്പല്ലേ ഉള്ളൂ, അതൊന്നും കൂടി. ഓ, കണ്ണടച്ചാ മൂക്കിൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കുടിച്ചേ, വേഗം കുടിച്ചേ, വേഗം കുടിച്ചെടുക്കാ. വേണ്ട, എല്ലാവരും വെളിയിൽ ഇറങ്ങി നിക്കുവാ, ബാ നമുക്കും പോകണ്ടേ, സമയമായി. ആ, നിങ്ങൾ മൂന്നേരം ഇവിടെ ഇരിക്കുക, നിങ്ങളെ തിരക്കുന്നു, താഴ്ത്തുവാ. എല്ലാരും കേറിയില്ലല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോ, എല്ലാരും ഉണ്ടല്ലോ. ആജാ, എല്ലാരും കേറി. അല്ല ദേവാ, നീ എങ്ങോട്ടാ പോന്നേ? അമ്പലത്തിലോട്ട് വരുന്നില്ലേ? ഇല്ല മുട്ടേശ, ഞാൻ ഡാൻസാറിലൂടെ വന്നോളാം. കോടിയേറ്റം കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ ഡാൻസാ. സ്വന്തപുരം കൊട്ടാരം സ്പോൺസർ ചെയ്യുന്ന ഉത്സവത്തിന്റെ ആദ്യ പരിപാടി ജ്വാലാമുഖി നൃത്തസംഘം അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ. പാക്കടും അലൈമേലെ പവനയും മേലെ കുന്തം പദമലർന്നിടം തേടി പരവശമോട് പാടി ഗതിമേലെ ജ്ഞാനം ദേവാ. പാക്കടും അലൈമേലെ പവനയും മേലെ കൊണ്ടായിരംഗനാഥ കുന്തം പദമലർന്നിടം തേടി പരവശമോട് പാടി ഗതിമേലെ ജ്ഞാനം ദേവാ. പാക്കടൽ അലൈമേലെ മാമണയും മേലെ കൊണ്ടായി രംഗനാഥ. ആ, പ്രോഗ്രാം എല്ലാം കൊള്ളായിരുന്നല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡാൻസ്. ആ, കൊള്ളാം. ആ, തീരെ അസൂയില്ലല്ലേ? എനിക്കെന്തിനാ അസൂയ? ഓ, നിർത്ത്, തോണ്ട നിന്റെ ദേവട്ടം നിൽക്കുന്നു, ഇന്നീലും പോയി എന്തെങ്കിലും സംസാരിക്കേ. ഞാൻ എന്ത് സംസാരിക്കാനാ? ഞാൻ ചെല്ലുമ്പോ തന്നെ അയാൾ അവിടുന്ന് പോവും. എടി, പോകുമ്പോ നീ പിന്നാലെ നടന്ന് സംസാരിക്കണം. പിന്നാലെ നടന്ന് സംസാരിക്കുന്ന ചിലപ്പോ രുദ്രട്ടം കൊണ്ടെന്തെടുക്കും. ഓ, അങ്ങനൊരു വിഷയം ഉണ്ടല്ലേ. എന്തേലും ആട്ടെ, നീ പോയി സംസാരിക്കേ. ഞങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി ഇവിടെ നിക്കാം. നിക്കുവല്ലേ? ആടി ചെല്ലി. ദേവേട്ടാ, എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? അതെന്താന്ന് വെച്ചാ ഞാനൊരു കാര്യം. ദേവേട്ടാ, ഒന്നിനു വന്നേ. ഓ, കൊഞ്ചം സീക്രമാ വാ. ദേവു, ഞാൻ ഒഴിച്ച് ഈ ലോകത്ത് ഏത് പെണ്ണുങ്ങൾ വിളിച്ചാലും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഈശ്വര. എന്തായി എന്തായി? അങ്ങേരം കൂട്ട പോയി. ആ, അതുകൊണ്ടാത്ത മുഴത്തെ വിളിച്ച് ആ ഉടനെ അങ്ങോട്ട് കിണിച്ചോണ്ടങ്ങ് പോയി. സംസാരിച്ചോ? എന്ത് സംസാരിക്കാൻ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ നാട്ടുകാരെന്തിനാ ഇവരെ ഇത്രയും പൊക്കി പറയുന്നെന്ന്. നോർമലായിട്ടല്ലേ അവര് കളിച്ചേ, ഒരു ആവറേജ് പെർഫോമൻസ്. അതിനപ്പുറത്തോട്ട് എന്താ ഉള്ളേ? ആ, എനിക്കറിയത്തില്ല. അല്ല, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത്? ആ ഡാൻസ് കളിച്ചില്ലേ, അതിനകത്ത് സെന്റർ നിന്നവളെ. ആ, വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എടി, അവളും ദേവേട്ടനും തമ്മിൽ എന്തോ ഇല്ലേ? അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, അതിനൊന്നും നീ പറയണ്ട. ദേവേട്ടനും അവളും തമ്മിൽ ഒന്നുമില്ല. എടി, എന്നാലും നീ കണ്ടോ, ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം ദേവേട്ടൻ അവളുടെ കൂടെ. ഫുഡ് എടുത്തു കൊടുക്കുന്നു, ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു. ഇന്നലെ തന്നെ എത്ര പ്രാവശ്യം ആ പാറുവിനെ ദേവസേനെ അവരുടെ അടുത്തോട്ട് വിട്ടെന്നറിയാവോ? അവൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുക, ഇവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞോണ്ട്. ആണോ? ആ, ആണ്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ അവളങ്ങാണ്ട് അവിടെ നിന്ന് കരഞ്ഞു. അപ്പൊ ദേവേട്ടൻ അവളെ ആശ്വസിപ്പിച്ചെന്ന്. ആ, ഇങ്ങനെ തലയിൽ തലോടിയോ കെട്ടിപ്പിടിച്ചെന്നോ ഇങ്ങാണ്ടൊക്കെ പറഞ്ഞു. പോടി,
സത്യമായിട്ടും. അല്ലേ പിന്നെ എന്തിനാ തമിഴ്നാട്ടിൽ നിന്ന് അവളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശ്ശോ, എന്തൊരു കഷ്ടം. പറട്ടെ, ശ്രീലക്ഷ്മിയെ കൊണ്ട് തന്നെ മടുത്തിരിക്കാന്ന്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിർത്തി കെട്ടിയെടുത്തേക്കുന്നത്. ഓ, ശ്രീലക്ഷ്മിയുടെ കാര്യം, അവളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവളോട് ദേവേട്ടൻ മിണ്ടുന്നത് ഞാനങ്ങനെ കാണാറില്ല. പക്ഷെ ഇവളുടെ കാര്യം അതല്ല. കാരണം ദേവേട്ടൻ ഇവളോട് പ്രത്യേക എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ആവുന്നു. അതാണ് നോക്ക് നോക്ക് നോക്ക്, അവരിപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക. 10 ദിവസത്തെ ദിവസമല്ലേ, അവള് 10 ദിവസം ഇവിടെ കാണാമല്ലോ. ഓടിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാണോ? എല്ലാരും തിരക്കുന്നു, കൊട്ടാരത്തിലോട്ട് പോകാൻ ടൈമായെന്ന്.